100 വർഷമായി ഈ കട ഇവിടെ ഉള്ളതാണ്. അവിടെ ഒന്ന് ആലോചിച്ചോടെ 2-3 തലമുറയായിരിക്കും ഈ കട ഇവിടെ ചെയ്തിട്ടുണ്ടായത്. അബ്ബാസി നാന്റെ ഓണറാണ്. ഭൈ ആപ്കെ നാം ക്യാ? മുഹമ്മദ് മുസ്തഫാദ്ദീൻ. കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് അവര് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഇരുന്നാണ് വിൽക്കുന്നത്. ഇവിടെ വൃത്തി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. പക്ഷെ ഒരെണ്ണത്തിന് 18 രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ സിക്കന്ദരാബാദിലെ പുരാനി ഹവേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് കേട്ടോ. അബ്ബാസി നാൻ എന്ന് പറയുന്ന ഒരു നാൻ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു കടയിലാണുള്ളത്. ഈ മൈദയും ഈസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ഒരുപാട് നേരം മാനുവലായിട്ട് കുഴയ്ക്കും കേട്ടോ. കുഴച്ചിട്ട് വലിയ വലിയ ഉരുളകളാക്കി വെക്കും. ആ ഉരുളകളെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ട് അതിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് പൗഡർ ഇട്ടിട്ടാണ് ഇവർ പരത്തുന്നത്. എന്നിട്ട് അതിൻ്റെ മോൾഡ് ഉണ്ട്, അതേ ഷേപ്പിലുള്ള ആ മോൾഡ് വെച്ച് അമർത്തിയിട്ട് അതിനെ സ്ക്വയർ ഷേപ്പിലാക്കി മാറ്റും, റൗണ്ടിനെ. എന്നിട്ട് അതിനെയാണ് നമ്മൾ ഈ ഒരു ട്രേകളിലാക്കി ഇങ്ങനെ വെക്കുന്നത്. 3-4 പണിക്കാരുണ്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. പിന്നെ ഇതേപോലുള്ള ട്രേകളിലാക്കിയിട്ട് അവരതിനെ കുറച്ച് നേരം കൂടി ആ സ്റ്റാൻഡുകളിൽ സൂക്ഷിച്ചു വെക്കും. കുറേ നേരം ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഇതിനെ പുറത്തെടുത്തിട്ട് ഇതിൽ ഇവരുടേതായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഉണ്ട്. ആ ഡിസൈൻസ് ഇതിൻ്റെ മുകളിൽ ചാപ്പ കുത്തുന്ന പോലെ കുത്തും. അങ്ങനെ ഡിസൈൻസ് വെച്ചതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ ലൈറ്റായിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം കിട്ടുന്ന രീതിയിൽ ആണ് ഇതിന് നനച്ചു കൊടുക്കുന്നത്. ഈ തന്തൂർ റൊട്ടി ഉണ്ടാക്കുന്ന അതേപോലുള്ള അടുപ്പിലെ തന്നെയാണ് കേട്ടോ ഈ അബ്ബാസ് നാനും ഉണ്ടാക്കുന്നത്. ഈ മരത്തിൻ്റെ കരി വെച്ചിട്ടാണ് കേട്ടോ അവർ ഇതിന് കനലുണ്ടാക്കുക. ഇപ്പോൾ നേരത്തെ തന്നെ കത്തിച്ച് വെച്ചിട്ടുള്ള കനൽ ഈ തന്തൂർ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അങ്ങനെ നല്ല പഴുത്തിരിക്കുന്നു. ഓൾറെഡി ഇതിനകത്ത് തീ ഉണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയിൽ കൂടെ ഈ 2 കൊട്ടയിലുള്ള കരിയും കൂടി അതിനകത്തോട്ട് കൊട്ടുകയാണ്. അങ്ങനെ കൊട്ടുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ്. നമുക്ക് അടുത്ത് തന്നെ ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ചൂടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഈ കാണുന്ന തലേണ പോലുള്ള സാധനത്തിലാണ് ഇവര് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ അടിച്ച് ഒട്ടിക്കണം. ഞാൻ റൊട്ടി ഒറ്റയടിക്ക് 4 എണ്ണം അടിയിൽ ഒട്ടിച്ചു വെക്കുന്നത്. ഇതിലും ഇങ്ങനെ വെള്ളം ആക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ആക്കിയിട്ടാണ് ഇവര് ഇങ്ങനെ അടിക്കുന്നുള്ളിലോട്ട്. അകത്തിരിക്കുന്നുണ്ടോ ഈ സാധനം? ഇനി ഇതിൽ കൂടുതൽ അകത്തോട്ട് പോയ ഫോണ് തീയിൽ പോകും. ഇങ്ങനെ ഒട്ടിച്ചു വെക്കണ്ട. അങ്ങനെ ഒട്ടിച്ചിട്ട് കുറെ കഴിയുമ്പോൾ ഇത് ശരിക്കും റൊട്ടി പോലെ ആയി വരും. നമ്മുടെ ബണ്ണില്ലേ, ബണ്ണ് പോലെ ഒരു പ്രത്യേക ഷേപ്പിൽ ഇതായി വരും. അതാണ് അബ്ബാസി നാൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കടകളുണ്ട് ഇങ്ങനത്തെ നാൻ റൊട്ടി ഉണ്ടാക്കുന്നത്. നമ്മളും അവരെ കൂടെ ഇരുന്നിട്ട് ഇത് ഉണ്ടാക്കാനുണ്ടാവും. മാവും മൈദയാണ്. പിന്നെ അതേപോലെ ഉപ്പും നെയ്യും ചേർക്കും. പിന്നെ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഒന്ന് പുളിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റ്. 100 വർഷമായിട്ട് ഇതിനകത്ത് ഒരു ടേസ്റ്റ് മാറ്റാനോ അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലേവർ മാറ്റാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. 100 വർഷം മുമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് തന്നെയാണ്. അതിന്റെ ഡിസൈനിൽ മാത്രം ചേഞ്ച് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് അവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട് പണ്ടുള്ള ഡിസൈനുകൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കൊന്ന് കാണാം. കണ്ടോ, ഇതൊക്കെയാണ് ഇതിന്റെ മുൻപ് ഉണ്ടായിരുന്ന ഡിസൈൻസ്. ഇപ്പം ഈ കണ്ട നമ്മൾ ആ ചതുരത്തിലുള്ള ഡിസൈൻ മാത്രമാണ് ചെയ്യുന്നുള്ളത്. ഇതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ. മുഖത്ത് വേർത്ത് ഒഴുകാന്ന് പറയാം, അത്രയ്ക്ക് ചൂടാണ്. ഇത് കണ്ടോ, അകത്തുള്ളതൊക്കെ ശരിക്കും റൊട്ടി പോലെ ആയി തുടങ്ങിയിട്ടുണ്ടോ, വണ്ണം വെച്ച് തുടങ്ങിയതിന്റെ. നേരത്തെ ഈ കനം കുറഞ്ഞ ഈ സാധനമല്ലേ നമ്മൾ അകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കണേ. പക്ഷെ ഇപ്പൊ അത് നല്ലതായിട്ട് സൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ കൂടെ ഫുള്ള് നിറച്ചു കിട്ടോ. ഇനി ആ ഒരു കുറച്ച് ഏരിയ മാത്രം നിറയ്ക്കാനുള്ളൂ, ബാക്കി പുറത്തൊക്കെ ആയിട്ടുണ്ട്. और कुछ बनाते सिर्फ ये बनाते हैं? यही है, ये 100 साल से यही है बनाते हैं. इसका करी क्या खाता है इसमें? साथ हर वो चीज के साथ खा सकते हैं. वेज नॉन वेज नमकीन हर वो चीज के साथ खा सकते हैं. अच्छा, चिकन मटन रोटी सबको साथ खा सकते हैं. ഇത് ഏതൊരു കറിയുടെ കൂടെയും കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ. വെജ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും എന്തിന്റെ കൂടെയും കഴിക്കാന്ന് പറഞ്ഞത്. സംഭവം ഒരു റൊട്ടി പോലെ തന്നെയാണ്. നമുക്ക് കാണാം കേട്ടോ. ഇത് സാധനം ഇത് ഉണ്ടാക്കുന്ന എടുക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാം. നമുക്കൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി. അതിന്റെ കളറ് മാറിയിട്ട് ചുവന്ന കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവർ എടുക്കുവാണ്. അതിന്റെ കമ്പിയാണ് ഇതുണ്ടോ, ഒരു കുഞ്ഞു ചട്ടകമുണ്ട്. അതേപോലെ ഒരു കൊളുത്തുണ്ട്, കാരണം കമ്പിയുണ്ട് കൊളുത്തിടാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഇതിനകത്താണ് എടുത്തിടുന്നത്. നല്ല റെഡ് കളറായിട്ടുണ്ട്. പിന്നെ അതിന്റെ ആ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടോ. നല്ല ചൂടാട്ടോ, നല്ല ആവി വരുന്നുണ്ട് അതിനകത്ത്. നല്ല ചൂടാണ്, നല്ല മണമുണ്ട് കേട്ടോ. റൊട്ടിയുടെ മണമല്ല, ഒരു വേറെന്തോ ഒരു മണം. തൊടാൻ പറ്റില്ല, നല്ല ചൂടാണ്. ये कैसा पता चलेगा रेडी हुआ करके? कलर आ जाता है, ऐसा रेड कलर आ गया तब ഫ്രഷ് ആയിട്ടുള്ള സാധനം കേട്ടോ. വായിൽ വെട്ടളം വരുന്നുണ്ട്, നല്ല മണം. അച്ഛ സ്മെല്ല് ആരവയെ. അപ്പൊ നമ്മള് അതൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് എടുത്ത് കഴിക്കട്ടോ.
നല്ല ചൂടാണ്. ആ വള്ളി പോട്ടാ. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സാധാ റൊട്ടിയുടെ ഒരു ടേസ്റ്റ് അല്ല, വ്യത്യസ്തമായ ടേസ്റ്റ് ആണ്. പക്ഷെ ആ മൈദയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. മേ ബി ഒന്ന് തണുക്കുന്ന സമയത്ത് ടേസ്റ്റ് മാറുമായിരിക്കും കേട്ടോ. നല്ല ചൂടോടെ ഉള്ള സാധനല്ലേ, കൈ പൊള്ളുന്നുണ്ട്, കയ്യിൽ വെക്കാൻ തന്നെ പറ്റുന്നുണ്ട്. ഇതാണല്ലേ, ഇതാണ് അബ്ബാസിന്റെ. എത്ര ഫാസ്റ്റ് ആയിട്ട് അവരെടുക്കണം നോക്കിയാൽ. ആ കമ്പി അതിനകത്തോട്ട് ഇടുന്നു, അതേപോലെ കുത്തി ചാടിക്കുന്നു, അടുത്ത ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾക്കാർ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഭയങ്കര ചൂടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയാ, ഒരു നരകത്തിലെ വർക്കാണിത്. ഫുൾ ടൈം ചൂടാണ്. ഞാനൊക്കെ വേർത്ത് കുളിക്കുന്നുണ്ട്. അവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ഡിസൈൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ ഒരു ചേട്ടൻ അകത്തോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് വേറെ ആൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നല്ല രസമുള്ള പരിപാടി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം എന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അകത്ത് ശരിക്കും വെടിക്കെട്ട് നടക്കുന്ന പോലെയാണ് കേട്ടോ. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് പൊട്ടിത്തെറികളുണ്ട് അകത്ത്. അത് ആവി വരുന്ന സാധനമാണ്. അതിന് എടുത്തെടുത്ത് ഇങ്ങനെ അതിനകത്തോട്ടാണ് ആവി വരുന്ന സാധനം. ആ കുത്തിയെടുക്കുന്നത് നല്ല രസമുള്ള ഒരു പരിപാടിയാട്ടോ. ഇവരൊക്കെയാണ് കേട്ടോ അത് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാര്. ഇത് ഇവരുടെ 4th ജനറേഷൻ ആണ് കേട്ടോ ഇപ്പൊ ഈ കച്ചവടം ചെയ്തോണ്ടിരിക്കുന്ന ചേട്ടൻ. आपका नाम क्या है? नाम क्या है? मेरा नाम हाजी है. हाजी. हाजी. ओके. आपका नाम क्या? अहमद. അഹമ്മദ്. ഹാജി അഹമ്മദ്, ഈ രണ്ടുപേരാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഡിസൈൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഒരു ചേട്ടൻ. ഭൈ आपका नाम क्या है? नाम शेख फरीद. है? शेख फरीद. फरीद. ഫരീദ്. ഓക്കെ ഓക്കെ. ഇതിന്റെ വ്യത്യസ്ത ഡിസൈൻ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഈ ഹാർട്ടിന്റെ, പിന്നെ അതേപോലെ പൂ പോലെ, പിന്നെ സ്ക്വയർ, അങ്ങനെ 3 ഡിസൈനിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏത് ഡിസൈൻ പറയുകയാണെങ്കിലും അവർ അതുപോലെ ഉണ്ടാക്കി തരും. അപ്പൊ ഇതാണ് അബ്ബാസി നാൻ കേട്ടോ. അപ്പം സിക്കന്ദരാബാദ് വരുമ്പോൾ, അല്ലെങ്കിൽ ചാർമിനാറിന്റെ അടുത്തായിട്ട് ഓൾഡ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് പുരാനി ഹവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് അബ്ബാസി നാൻ. അപ്പം എന്തായാലും വരുമ്പോ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനം കേട്ടോ. പക്ഷെ ഇവിടെ ഇവർ ഇത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ 100 വർഷമായിട്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് ഇനി കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി ഇവിടെ ഇറങ്ങി മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ്.